മുതൽ ക്ലാസ്സസ് തുടങ്ങുകയാണ്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഫൗണ്ടേഷൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സസ് നമ്മളിവിടെ വെക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ബേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിലപ്പം സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതെങ്കിലും ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. എല്ലാവരും ചിലപ്പം സയൻസ് എടുത്ത് വന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. സോ അവർക്കും കൂടെ ബെനഫിഷ്യൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ മാത്സ് എന്ന് പറയുന്ന പേപ്പറിൽ കുറേ മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ? ആ കുറേ മൊഡ്യൂൾസിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നതുമുണ്ട്. സോ പഠിച്ച കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്സ് പഠിക്കുമ്പം നമ്മുടെ മൊഡ്യൂൾസിലൂടെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. സോ അത് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മാത്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ് മെയിനായിട്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് 2 സബായിട്ട് കാണാം, 2 സബ് ടോപ്പിക്കായിട്ട് കാണാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് പുതുതായിട്ട് പഠിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രി. സോ ഈ ഒരു കോർഡിനേറ്റ് ജോമെട്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അതിൻ്റെ ബേസ് ഉണ്ടായിരിക്കാം, ചിലർക്ക് അതിൻ്റെ ബേസ് ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് പ്രശ്നം വരിക. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് ക്ലാസ്സസ് പോകുമ്പോൾ ടീച്ചേഴ്സ് ഓരോ ടേം പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഇതിപ്പം എന്താണ് എന്നുള്ളൊരു സംശയം വരും. സോ ആ ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സസ് വെക്കുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ നമ്മുടെ ബേസ് കറക്റ്റ് ആക്കിയിട്ട് പോവുക. ബേസ് കറക്റ്റ് ആക്കി പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കൂടെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, മേലേക്ക് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ടോട്ടലി കൊളാപ്സായി പോകും അല്ലേ? ബേസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അട്ടർ വേസ്റ്റാണ്. സോ സെയിം മാനർ നമ്മൾ നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ബേസ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മേലേക്ക് പിന്നെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ ബേസ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ബേസ് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ആ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നുമില്ല, നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾ 9ലും 10ലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതന്നെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓരോ ടേമുകൾ പറയുമ്പോഴും ഇപ്പം കോർഡിനേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ടേമുകളായിക്കോട്ടെ, ആ ടേമുകൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരു പ്ലെയിനാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ വരച്ചിട്ടൊക്കെ ഉണ്ടാവും, ഗ്രാഫൊക്കെ വെച്ചിട്ട് ഒരു കോർഡിനേറ്റ് പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഒരു കോർഡിനേറ്റ് പ്ലെയിനിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സംഭവം വലുതൊന്നുമില്ല, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്.
ഓക്കെ. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു പേപ്പർ പഠിച്ചേ പറ്റുള്ളൂ. സോ മാത്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ ജയിക്കണം. ഓക്കെ. സോ നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കോർഡിനേറ്റ് ജോമെട്രി ആണ്. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിലുണ്ട് അല്ലേ, എന്തോന്ന്, ആ ഒരു കോർഡിനേറ്റ്. എന്താ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോർഡിനേറ്റ് ജോമെട്രിയിലെ കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോയിന്റുകളെയാണ്. എന്തിനെയാണ്? പോയിന്റുകളെയാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫിൻ്റെ മേലെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ടേബിളിൻ്റെ മേലെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു ബുക്ക് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ ടേബിളിൻ്റെ മേലെയാണ് ആ ഒരു ബുക്ക് ഇരിക്കുന്നത്. ഇനി ചിലപ്പം ടേബിൾ ആ ഒരു റൂമിൻ്റെ കോർണറിലാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ആ ടേബിള് റൂമിൻ്റെ കോർണറിലാണ്, ആ റൂമിൻ്റെ കോർണറിലുള്ള ടേബിളിൻ്റെ മേലെയാണ് ആ ഒരു ബുക്കുള്ളതെന്നൊക്കെ പറയാം അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ പറയും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോർഡിനേറ്റ്സ് ആണ് മെയിനായിട്ട് നമ്മളെ ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് പറയാമല്ലോ. പിന്നെ ഇപ്പം ഞാൻ സപ്പോസ് നിങ്ങളോട് പറയുകയാണ്, ഞാനൊരു പേജ് എടുത്തിട്ട് ആ പേജിൻ്റെ മേലെ ഒരു ഡോട്ട് ഇട്ടു. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡോട്ടിൻ്റെ ലൊക്കേഷൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തു. ആ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഞാനൊരു ചെറിയ ഡോട്ട് ഇട്ടു. ഈ ഡോട്ടിനെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? അതായത് ഇത്ര സെൻറ്റിമീറ്റർ എഡ്ജിന്ന് ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ രീതിയിൽ നമുക്ക് പറഞ്ഞുകൂടെ? അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണ്. പ്ലെയിൻ നമ്മൾ കൂടുതൽ പോകുന്നതിനനുസരിച്ച് പറയും പ്ലെയിൻ എന്താണെന്നൊക്കെ കേട്ടോ. സോ ഈ ഒരു പ്ലെയിനിലാണ് നമ്മൾ ഈ ഒരു കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമുക്കറിയാം, നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറേ നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പറുകളുണ്ട്, നെഗറ്റീവ് നമ്പറുകളുണ്ട്. അത് സിമ്പിളാണ്, നമ്മൾ നമ്പർ ലൈൻ പഠിച്ചതുകൊണ്ട് അല്ലേ. സോ നമ്പർ ലൈനെ നമ്മൾ ജനറലി ലൈൻ വരയ്ക്കും. 0, 1, 2, 3, നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3 എന്നുള്ള രീതിയിൽ ആ ഡയറക്ഷനിലേക്കും ഈ ഡയറക്ഷനിലേക്കും പോകും. ഓക്കെ. സോ നമ്മൾ ഈ ഒരു നമ്പർ ലൈൻ വെച്ചിട്ടാണ് മെയിനായിട്ട് പ്ലെയിൻ കൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ. സോ ഈ ഒരു പ്ലെയിനിൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് മെയിനായിട്ട് നമ്പർ ലൈൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ലൈനാണ്. ഓക്കെ, ക്ലിയർ. സോ ഈ ഒരു നമ്പർ ലൈൻ വെച്ചിട്ടാണ് നമ്മളൊരു പ്ലെയിനിനെ കൺസ്ട്രക്റ്റ് ചെയ്യുക. ആ നമ്പർ ലൈനിൽ തന്നെ ഈ ഒരു 0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ഈ ഒരു 0 എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്നാണ് പറയുക. നിങ്ങൾ ചിലപ്പം മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഒറിജിൻ എന്നാണ് പറയുക. 0 എന്ന് പറയുന്ന പോയിന്റിന് എന്താണ് പറയുക? ഒറിജിൻ എന്നാണ് പറയുക. ഈ ഒരു ഒറിജിൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നത്. ഈ നമ്പർ ലൈന് എന്തിൻ്റെ പാർട്ടാണ്? നമ്മളെ പ്ലെയിനിൻ്റെ പാർട്ടാണ്. ഓക്കെ. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പണ്ട് ബാർ ഗ്രാഫ്, പിക്റ്റോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രാഫുകളൊക്കെ വരച്ചിട്ടുണ്ടാവും. ആ ഗ്രാഫിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സും വൈയും ആക്സിസ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. സെയിം സാധനം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും വരയ്ക്കുന്നത്. ബാർ ഗ്രാഫൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സും വൈയും ആക്സിസ് വരച്ചിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ 0, ഇതാണ് 0. ഇവിടെ 1, 2, 3, 4, 5. നിങ്ങൾ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മെഷർ ചെയ്യാൻ കേട്ടോ. മെഷർ ചെയ്ത് ചെയ്യണം കേട്ടോ. 1,
2 3 4 5. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിനിൽ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും. -1 നമ്മൾ നമ്പർ ലൈൻ പോലെ തന്നെ -2 -3 -4 -5. ഇനിയോ താഴെ ഭാഗത്തേക്കും സെയിം ഫോം തന്നെ -1 -2 -3 -4. അതായത് ഈ ഒരു ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അത് തന്നെ നമുക്ക് കാണാം പോസിറ്റീവ് ഡയറക്ഷനും ഉണ്ട് നെഗറ്റീവ് ഡയറക്ഷനും ഉണ്ട് അല്ലേ. സോ ഇതൊക്കെ എന്താണ്, ഇവിടെയൊക്കെ പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതെന്താണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. ഇവിടെ എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് പറയാം, 1 2 3 4 5 എന്നൊക്കെ പറയുന്നത് എന്താണ്, പോസിറ്റീവ് നമ്പറുകളല്ലേ. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ. ഇനിയോ ഇവിടെ എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. സോ അത് എന്തായി, നെഗറ്റീവ് ഡയറക്ഷൻ. താഴേക്കും എന്താണ്, നെഗറ്റീവ് ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കുക, പേര് കൊടുക്കുക. ഓരോ ആക്സിസിനും ഓരോ പേര് കൊടുക്കുക. നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ, അതായത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു, എന്താണ് പേര് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും നമ്മൾ ഓരോ പേര് വെച്ചിട്ട് ഡിനോട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ എക്സ് ആൻഡ് വൈ മുന്നേ കൊടുത്ത രീതിയിൽ തന്നെ ഇത് എക്സും ഇത് വൈയും. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ് ഡാഷ് എന്ന് വിളിക്കാം. എക്സിൻ്റെ മേലൊരു ബാർ, അത്രയേ ഉള്ളൂ. ഇതിനെയോ വൈ ഡാഷ്. അപ്പം എക്സ് ഡാഷ് വൈ ഡാഷ്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് O എന്ന് കൊടുക്കാം. O. അപ്പം നമ്മൾ വൈ കൊടുത്തു, വൈ ഡാഷ് കൊടുത്തു, എക്സ് കൊടുത്തു, എക്സ് ഡാഷ് കൊടുത്തു, പിന്നെ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ O എന്ന് പറയുന്ന നമ്മുടെ 0 എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ 5 ലെറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 5 ലെറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോർഡിനേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒന്നുമില്ല, എക്സ് വൈ. എന്താണ് എക്സ് വൈ? നമ്മുടെ ജനറൽ ഫോമാണ് കേട്ടോ. നമ്മുടെ കോർഡിനേറ്റിൻ്റെ ജനറൽ ഫോമാണ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ കോർഡിനേറ്റിനെ അല്ലെങ്കിൽ പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റാണ്. സപ്പോസ് 2 3 4 ഏത് നമ്പറും ആവാം. എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റും വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ ആക്സിസിലെ പോയിന്റും ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റും വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ ആക്സിസിലെ പോയിന്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എക്സ് കോമ വൈ എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. ആ റെപ്രസെൻറ്റേഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലേ. നമുക്ക് എക്സ് ആക്സിസ് ഏതാണെന്ന് അറിയാലോ, നമ്മൾ നേരത്തെ പേരിട്ടതാണ് അല്ലേ. സോ എക്സ് ആക്സിസിലെ പോയിൻ്റാണ് എന്ത് എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എക്സ്. വൈ എന്ന് പറയുന്നതോ വൈ ആക്സിസിലെ പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എങ്ങനെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങളോട് പറയാണ് ഒരു പോയിന്റ്, ആ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഏതാണ് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആ പോയിന്റ് കാണുന്നില്ലേ, ഞാൻ ബ്ലാക്ക് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്.
സോ ആ ഒരു ബ്ലാക്ക് ആക്കി മാർക്ക് ചെയ്ത പോയിന്റ് ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പ്ലെയിന് തന്നിട്ടുണ്ട്, ആ പ്ലെയിനിൻ്റെ മേലെ കുറേ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് എന്നൊക്കെ കുറേ പേരൊക്കെ ഇട്ടു. പക്ഷേ നിങ്ങൾക്ക് എന്തറിയില്ല? ആ പോയിന്റും തന്നിട്ടുണ്ട്, പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയില്ല. ഞാൻ പറഞ്ഞു നേരത്തെ എക്സ് കോമ വൈ എന്നുള്ള ഫോമിലാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുക? നമ്മൾ ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ, എക്സ് കോമ വൈ. അപ്പോൾ നമുക്ക് നോക്കാലോ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിനെ എക്സ് ആക്സിസിൻ്റെ മേലേക്കും വൈ ആക്സിസിൻ്റെ മേലേക്കും ജോയിൻ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? എക്സ് ആക്സിൻ്റെ മേലേക്കും വൈ ആക്സിസിൻ്റെ മേലേക്കും ജോയിൻ ചെയ്യാം. ഞാൻ എക്സ് ആക്സിസിൻ്റെ മേലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സ്കെയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു തന്ന പോയിന്റിനെ ഞാൻ താഴേക്കും മേലേക്കും, അതായത് ആ ഒരു ലൈനിൻ്റെ മേലേക്ക് ജോയിൻ ചെയ്തു. അതായത് നമ്മുടെ പ്ലെയിനിൻ്റെ മേലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തപ്പം ഈ പോയിന്റ് നേരെ എക്സ് ആക്സിൻ്റെ മേലെ തട്ടുന്നത് എവിടെയാണ്? 2ലാണ് അല്ലേ? എക്സ് ആക്സിൻ്റെ മേലെ 2ലാണ് തട്ടുന്നത്. ഇനി വൈ ആക്സിസിൻ്റെ മേലെയോ? 2ലല്ലേ? ഇതാണ് നമ്മൾ വൈയിലേക്ക് വരച്ച പോയിന്റ്, ഇതാണ് നമ്മൾ എക്സിലേക്ക് വരച്ച പോയിന്റ്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? രണ്ടും ടച്ച് ചെയ്തത് എന്ത് എന്ന് പറയുന്ന പോയിന്റിലാണ്? 2 എക്സ് ആക്സിസിലും 2ആണ്, വൈ ആക്സിസിലും 2ആണ്. അങ്ങനെ ആവുമ്പം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് 2 എന്ന് പേരിടാം. അതാണ് നമ്മളെ പോയിന്റ്. മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പോയിന്റിനെ എക്സ് ആക്സിസിൻ്റെ മേലേക്കും വൈ ആക്സിസിൻ്റെ മേലേക്കും ജോയിൻ ചെയ്യാം. എന്നിട്ട് എക്സ് ആക്സിസിൻ്റെ മേലെ ഏത് നമ്പറിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ അത് 2 കറക്റ്റ് ആവണമെന്നില്ല. പോയിന്റ് നമ്പേഴ്സൊക്കെ വരും, നമ്മൾ ഡെസിമൽ നമ്പേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ പോയിന്റ് നമ്പേഴ്സ് ആവാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ 2 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് എന്ത് ജോയിൻ ചെയ്യുന്നത്? ഞാൻ വരച്ച ലൈൻ ജോയിൻ ചെയ്യുന്നത്. വൈ ആക്സിസിൻ്റെ മേലെയും 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ മേലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 2. അതായത് ആദ്യം നമ്മൾ എഴുതുന്നത് എക്സ് കോർഡിനേറ്റ്. ആ ഒരു എക്സ് കോർഡിനേറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ആപ്സിസ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ആപ്സിസ. എക്സിനെ ആപ്സിസ എന്നും വൈനെ ഓർഡിനേറ്റ് എന്നാണ് വിളിക്കുക. ഓർഡിനേറ്റ് ജസ്റ്റ് അതിൻ്റെ പേരാണ്. നിങ്ങൾ എക്സും വൈക്കും പകരം ചിലപ്പോൾ ആപ്സിസ ഓർഡിനേറ്റ് എന്നൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടണ്ട. ആപ്സിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമുക്കൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സിൻ്റെ മേലേക്കും വരച്ചോളുക. അതിനുശേഷം എക്സ്, അതായത് എക്സ് ആക്സിസിൻ്റെ മേലെ ഏതൊരു പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് എടുത്ത് എഴുതുക. എക്സ് കോമ വൈ എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഞാൻ പോയിന്റ് മാറ്റിത്തരാം കേട്ടോ. അതായത് സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിന്റ് കാണുന്നില്ലേ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം എക്സ് ആക്സിസിൻ്റെ മേലേക്കും വൈ ആക്സിസിൻ്റെ മേലേക്കും ജോയിൻ ചെയ്യണം. എക്സ് ആക്സിസിൻ്റെ മേലേക്കും
വൈ ആക്സിസിൻ്റെ മേലേക്കും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തു അല്ലേ? ഇതാണ് ഞാൻ ജോയിൻ ചെയ്തത്. നമുക്കറിയാം നമ്മുടെ പോയിന്റിനെ നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്? എക്സ് കോമ വൈ എന്ന ഫോമിലാണ് ഡിനോട്ട് ചെയ്യാറ്. ഈ പോയിന്റ് എക്സിൻ്റെ മേലെ ആരാ ടച്ച് ചെയ്യുന്നത്? എക്സ് ആക്സിസിൻ്റെ മേലെ 5നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ്. ഇനി വൈ ആക്സിസിൻ്റെ മേലെ ആരെയാ ടച്ച് ചെയ്യുന്നത്? 1നെയാണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയുന്നതാണ് നമ്മുടെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? 5,1. നിങ്ങൾ വൈയിന് ആദ്യം എടുക്കാൻ പാടില്ല, എക്സ് കോമ വൈ എന്ന് തന്നെ പഠിച്ചു വെക്കണം. വൈ കോമ എക്സ് ആയിക്കഴിഞ്ഞാൽ മാറിയില്ലേ? ഒന്ന് നോക്കി നോക്കൂ. വൈ കോമ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? വൈ കോമ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,5 വരും. വ്യത്യാസമല്ലേ? 1ൽ 5. 1ൽ 5 എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെയാണ് വരിക. എക്സ് കോർഡിനേറ്റ് 1ഉം വൈ കോർഡിനേറ്റ് 5ഉം. ഈ പോയിന്റും തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യരുതെന്ന് മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എക്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്കിയിട്ട് തന്നെ എഴുതുക. വൈ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആക്കിയിട്ട് തന്നെ എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? നമ്മൾ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ പേര് എഴുതുക എന്നുള്ളത് പഠിച്ചു അല്ലേ? നമ്മൾ പ്ലെയിനിൽ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ പേര് എഴുതുക എന്ന് പഠിച്ചു. ഇതായിരുന്നു നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്ന പോയിന്റ്. ആ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെതായിട്ടുള്ള പേരുകൾ കൊടുത്തു. അതായത് 2ലേക്കും 3ലേക്കും ജോയിൻ ചെയ്തു. നമ്മൾ എക്സിലേക്കും വൈയിലേക്കും ജോയിൻ ചെയ്തു. അതിനുശേഷം എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് നോക്കി. അതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. വൈ ഏതിൻ്റെ മേലെയാണ്, അല്ലെങ്കിൽ വൈ ആക്സിസിൻ്റെ മേലെ എവിടെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കി. അതാണ് നമ്മളെ വൈ കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടി. ഇനി നേരെ തിരിച്ച് ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു പോയിന്റ് തന്നു. ആ പോയിന്റ് തന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു പോയിന്റ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. 2, 3 ആണെങ്കിൽ 2, 3, അല്ലെങ്കിൽ 5, 6 ആണെങ്കിൽ 5, 6 ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് വരിക 5, 6 എന്ന് പറയുന്ന ഒരു പോയിന്റ് തരും. എന്നിട്ട് അത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതായത് നമ്മുടെ ഗ്രാഫിൻ്റെ മേലെ ഈ ഒരു 5, 6 എന്ന് പറയുന്നത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? അതായത് നിങ്ങൾക്ക് തരിക നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? 5, 6. അപ്പോൾ 5, 6 നമുക്കറിയാം. അപ്പോഴും ഫോമാറ്റ് എന്താണ്? എക്സ് കോമ വൈ ആണ് അല്ലേ? സോ ഈ ഒരു എക്സ് കോമ വൈയിൽ 5, 6 എന്ന് പറയുന്ന പോയിന്റാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, എക്സ് കോർഡിനേറ്റ് ഏതാണ്? 5 ആണ് അല്ലേ? അപ്പോൾ 5 എടുക്കുക. 5 ആണ്. ഇനി വൈ കോർഡിനേറ്റ് നോക്കുക. വൈ കോർഡിനേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് വരച്ചിട്ട് അത് എക്സിലേക്കും വൈയിലേക്കും കണക്ട് ചെയ്യുന്നത് അല്ലേ? ഒരു പോയിന്റ് വരച്ചാൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മൾ എക്സിലേക്കും വൈയിലേക്കും ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോയിന്റ് എഴുതുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് 5, 6 എന്ന് പറയുന്ന ഒരു ഇത് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. അതൊരു ചെറിയ നമ്പർ തരാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ 3, 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ് കോമ വൈ എടുത്തു കഴിഞ്ഞാൽ എക്സ് കോമ വൈ ഈക്വൽ ടു 3,2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ 3 എടുക്കുക.
3 ഇവിടെ ഉണ്ട്. ഇനി y എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? y എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3 എടുത്തു 2 എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3യും 2യും കൂടെ ലൈൻ വരയ്ക്കുക. 3 മേലേക്ക് 2 സൈഡിലേക്ക്. അങ്ങനെയാണെങ്കിലേ നമുക്ക് പോയിന്റ് കിട്ടുള്ളൂ. ഈ ജോയിൻ ചെയ്ത പോയിന്റാണ് നമ്മളെ എന്ത് എന്ന് പറയുന്നത്? 3,2. ചെക്ക് ചെയ്ത് നോക്കൂ. 3യിലേക്കും 2യിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൻ്റെ മേലെ ഏതാണ് നമ്പർ? 3 ആണ്. വൈ ആക്സിസിൻ്റെ മേലെ ഏതാണ് പോയിന്റ്? 2 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 3,2 എന്ന് പറയുന്ന പോയിന്റ്. മനസ്സിലായോ? ഇനി വേറൊരു പോയിന്റ്. ഒന്നുമില്ല, നിങ്ങൾ ലൈന് ജോയിൻ ചെയ്യുക. ലൈൻ ജോയിൻ ചെയ്തതിന് ശേഷം എവിടെയാണ് എത്തണേന്ന് നോക്കുക. ആ എത്തണ പോയിൻ്റാണ് നമുക്ക് വേണ്ട പോയിന്റ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി 5,1 ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? തന്ന നമ്പേഴ്സിനെ എടുക്കണം. തന്ന നമ്പേഴ്സ് 5ഉം 1ഉം. 1ഉം 5ഉം അല്ല, 5ഉം 1ഉം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സിൻ്റെയും വൈൻ്റെയും താഴെ കൊണ്ട് എഴുതിയത്. അതായത് എക്സ് എന്ന് പറയുന്നത് 5ഉം വൈ എന്ന് പറയുന്നത് 1ഉം ആണ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അതാ 5 മേലേക്ക് വരയ്ക്കുക. വൈ എന്ന് പറയുന്നത് 1 ആണ്, സൈഡിലേക്ക് വരയ്ക്കുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? 5,1. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പോസിറ്റീവ് നമ്പറിൽ മാത്രമേ വരുള്ളൂ എന്ന്. പോസിറ്റീവ് നമ്പറിൽ മാത്രമല്ല, നെഗറ്റീവ് നമ്പറിലും എന്ത് വരും? നമ്മുടെ കോർഡിനേറ്റ്സ് വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. -3 4. എങ്ങനെയാണ് -3 4 നോക്കുക? ഞാൻ കുറച്ചുകൂടെ സൈഡിലേക്ക് എഴുതാം കേട്ടോ. -3, 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. -3, 4. ഈ -3, 4 എന്നുള്ളതിൽ എക്സും വൈയും നമ്മൾ ആദ്യം എഴുതണം. ഇത് എക്സ് ആണ്, മറ്റേത് എന്താണ്? വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് -3 അല്ലേ? നമ്മുടെ എക്സ് ആക്സിസ് ഇതല്ലേ? എക്സ് ആക്സിസിൻ്റെ മേലെ -3. ഇതാണ് നമ്മളെ -3. ഇനി വൈ എന്ന് പറയുന്നത് 4 അല്ലേ? വൈൻ്റെ മേലെ 4 എടുക്കുക. എന്ത് ചെയ്താൽ മതി? മേലേക്കും സൈഡിലേക്കും. ഈ 4ന് മേലേക്ക് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് സൈഡിലേക്ക് തന്നെ വരയ്ക്കുക കേട്ടോ. 4നെ സൈഡിലേക്കും ഇതിനെന്ത് ചെയ്യുക? -3നെ മേലേക്കും. ഈ മീറ്റ് ചെയ്ത പോയിൻ്റാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? -3, 4 എന്ന് പറയുന്നത്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു പോയിൻ്റ് എങ്ങനെ ആ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ? പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ. അതായത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫിൻ്റെ മേലെ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഗ്രാഫിൽ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഏകദേശം എവിടെയായിരിക്കും ആ ഒരു പോയിന്റ് വരിക എന്നുള്ളത് പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും പഠിച്ചു. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും അല്ലേ? അതായത് പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഏകദേശം ഏതാണ് എന്നുള്ളതും തന്നു നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇനി നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ്, അതായത് 2 പോയിന്റുകൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ 2 പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു. 2 അല്ല, എത്ര പോയിന്റ് വേണമെങ്കിലും നമുക്ക് പ്ലോട്ട് ചെയ്യാം. ആ പോയിന്റുകൾ തമ്മിലുള്ള അകലമൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഇനി വരിക. അതായത് നമുക്ക് ഓരോ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട്. അതിനെ ഡിസ്റ്റൻസ് ഫോർമുല എന്നൊക്കെ പറയും. അതൊക്കെ നമ്മളെ ടെക്സ്റ്റിലേക്ക്, നമ്മളെ മൊഡ്യൂളിലേക്ക് കയറുന്നതിനനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെറും സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുമില്ല, ഒരു പ്ലെയിൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്യുക അല്ലേ? പോയിന്റ്
അടയാളപ്പെടുത്തുക എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഏകദേശം എവിടെ വരും എന്നുള്ളത് കണ്ടുപിടിക്കാനും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയേ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വീഡിയോസ് വരുമ്പം അതിൻ്റെ ഫോളോ അപ്സ് ഒക്കെ കിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.